അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള അൽ സിയാറ വ്ളോഗ് ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കഴിവുകൊണ്ട് പരിശുദ്ധമായ റമളാനിലെ ഒന്നാമത്തെ പത്തിൽ അവൻ്റെ പുണ്യങ്ങളുടെ പൂമാരി കൊഴിയുന്ന സമയത്ത്, പാല് വിതറുന്ന സമയത്ത് ഒരുമിച്ച് കൂടുവാനും നിങ്ങളുമായി സംവദിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമളാനിൻ്റെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവ്വലുഹുർ റഹ്മ, അഥവാ പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യ പത്ത്, ആ ആദ്യ പത്തിലെ ആദ്യ ദിവസങ്ങളാണ് നമ്മളിൽ നിന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവ്വലുഹുർ റഹ്മ, ഒന്നാമത്തെ പത്താകുന്നത് അത് റഹ്മത്തിൻ്റെ പത്താണ്. റഹ്മത്ത് എന്നുള്ള ആ കരുണ എന്നുള്ള പദം അള്ളാഹുവിൻ്റെ ഏറ്റവും അധികം ഔദാര്യമായ ഒന്നാണ് മുഅ്മിനീങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഔസത്തുഹു മഗ്ഫിറ, രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിൻ്റെ പത്താണ്. അതുപോലെ ആഖിറുഹു ഇത്തുക്കും മിനന്നാർ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ പത്ത് അത് ഇത്തുക്കും മിനന്നാർ, നരകമോചനത്തിൻ്റെ പത്താണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് പുണ്യങ്ങളുടെ ഈ പൂക്കാലം പരിശുദ്ധമായ റമളാൻ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു റഹ്മത്ത് കൊണ്ട് വാരി വിതരപ്പെട്ട ഒരു ദിനരാത്രങ്ങളാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ ഒരു കരുണ കൊണ്ട് നമ്മളെ അള്ളാഹു ഇരു വീട്ടിൽ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതോടൊപ്പം തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബ, ആരെങ്കിലും പരിശുദ്ധമായ റമളാനിൽ നിഷ്കളങ്കവാനായിക്കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഹൃദയം കൊണ്ട് അടുത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി അവൻ എണീക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഇബാദത്തിന് വേണ്ടിക്കൊണ്ട് അവൻ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ വരാൻ പോകുന്ന മുന്നിട്ട എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് ഹബീബായ ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത്, ആത്മാർത്ഥമായി നമ്മൾ ഇബാദത്തിലേക്ക് ഇറങ്ങുകയും പരിശുദ്ധമായ തറാവീഹ്, അതുപോലെ തന്നെ പരിശുദ്ധമായ ദുഹ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അതോടൊപ്പം തന്നെ മറ്റുള്ള സുന്നത്തുകളെ കൊണ്ടൊക്കെ നമ്മൾ അധികരിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വരാൻ പോകുന്ന പാപങ്ങളൊക്കെ പൊറുക്കുമെന്ന് പറയുമ്പോൾ നല്ലൊരു ഇബാദത്ത് കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റിയൊരു മാസമാണ്, ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം വീക്ഷിക്കുന്ന സഹോദര സഹോദരിമാർ പ്രത്യേകം എന്ത് ചെയ്യുക, ഈ റമളാനിൻ്റെ പുണ്യമായ ദിവസങ്ങൾ, നേരങ്ങൾ, മണിക്കൂറുകൾ, സമയങ്ങളൊന്നും വെറുതെ പാഴാക്കാതെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൗ തഅലമു ഉമ്മത്തി മാഫി റമളാന, എൻ്റെ ഉമ്മത്ത് റമളാനിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുകയാണെങ്കിൽ, അറിയുകയായിരുന്നെങ്കിൽ അവർ കാലം മുഴുവനും റമളാനാവാൻ ആഗ്രഹിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് നോക്കൂ നിങ്ങൾ, അപ്പോൾ അത്രയും അധികം പോരിശയാർന്ന ഒരു മാസമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ അസ്റജ ഫി മസ്ജിദി മിൻ മസാജിദി, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്നപ്പെട്ട ഒരു ഭവനം, ഒരു പള്ളിയിൽ അവനൊരു വിളക്ക് കത്തിക്കുകയാണെങ്കിൽ, ഫി റമളാൻ, പരിശുദ്ധമായ റമളാനിൽ, കാന ലഹു നൂറും ഫി ഖബ്രിഹി, അവൻ്റെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നിറക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകുതിബ ലഹു സവാബുൽ മുസല്ലി മിൻ ദാലികൽ മസ്ജിദി, ആ പള്ളിയിൽ നിസ്കരിക്കുന്നവൻ്റെ പ്രതിഫലം അല്ലാഹു അവനക്ക് രേഖപ്പെടുത്തും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ കൊണ്ട് അവനക്ക് രക്ഷ നൽകുകയും അതുപോലെ തന്നെ വസ്തഗ്ഫിറ ലഹു, അല്ലാഹു അവനക്ക് പൊറുക്കപ്പെടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അവനിക്ക് അല്ലാഹു ആ പള്ളിയിൽ അവൻ എത്രത്തോളം അവൻ ആ പള്ളിയിൽ ഇരിക്കുന്നുവോ
അത്രത്തോളം ആ അദാമ ഫിൽ ദാലിക്കൽ മസ്ജിദ്, ആ പള്ളിയിൽ അവൻ എത്ര സമയം ഇരിക്കുന്നുവോ അതിനനുസരിച്ച് അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും അള്ളാഹു അവൻ്റെ മേൽ പൊറുക്കല്ലത്തോടലും, അഥവാ മലായിക്കത്തുകൾ അവൻ്റെ മേൽ പൊറുക്കല്ലത്തോടുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ നിസ്കരിക്കുന്നവരുടെ കൂലി അള്ളാഹുവിനക്ക് എഴുതപ്പെടുകയും അവൻ്റെ ഖബറിൽ അള്ളാഹു പ്രകാശം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു രാത്രികളിലൊക്കെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് ബന്ധപ്പെട്ടവർക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.